തിരഞ്ഞെടുപ്പും ഭരണമാറ്റവും ഒന്നും ബാധിക്കാതെ വയനാട് ടൗൺഷിപ്പിന്റെ നിർമ്മാണം മുന്നോട്ട്. ആദ്യഘട്ടത്തിലെ 178 വീടുകളിൽ 83 ഇതിനോടകം കൈമാറിക്കഴിഞ്ഞു. ബാക്കി വീടുകളും അടുത്ത ദിവസങ്ങളിൽ കൈമാറും. കൂടുതൽ വിവരങ്ങളുമായി ടൗൺഷിപ്പിൽ നിന്നും എം കമൽ ചേരുന്നു. കമൽ, ഗുഡ് മോർണിംഗ്. ഒന്നും ബാധിക്കുന്നില്ല, എല്ലാം അവിടെ ഒരു വശത്ത് നിൽക്കുമ്പോഴും പണികളൊക്കെ സുഗമമായി തന്നെ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പോ ഭരണമാറ്റമോ ഒന്നും ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല. 100 കണക്കിന് തൊഴിലാളികളാണ് ഇപ്പോഴും ടൗൺഷിപ്പിൽ ജോലി ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 178 വീടുകളുടെ പട്ടയമാണ് മുഖ്യമന്ത്രി കൈമാറിയത്. ആ വീടുകളിൽ താമസം തുടങ്ങിയില്ല എന്നൊക്കെയുള്ള വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തൊക്കെ നമ്മൾ കേട്ടതാണ്. അതിൽ 83 വീടുകൾ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. പക്ഷേ താമസം തുടങ്ങിയിട്ടില്ല. കാരണം ഈ 178 കുടുംബങ്ങളും ഒരുമിച്ചായിരിക്കും താമസിക്കുക. ഇന്ന് 40 വീടുകൾ കൂടി കൈമാറുന്നുണ്ട്. ആ ഇന്ന് കൈമാറാനുള്ള വീടുകളുടെ ക്ലസ്റ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ ഇപ്പോഴും ജോലികളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും വൈകുന്നേരത്തോടെ ഈ 40 പേരും ഈ കൈമാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഊരാളുങ്കലിൻ്റെയും ടെക്നിക്കൽ ഏജൻസിയായ കിഫ്കോണിൻ്റെയും പ്രതിനിധികൾ, അതോടൊപ്പം ഈ വീടുകളുടെ ഉടമസ്ഥരും ഇങ്ങനെ ഒരു സംയുക്ത പരിശോധന, അതായത് ഗുണഭോക്താക്കളെ ഒപ്പം കൂട്ടി പരിശോധിച്ച് അവർ എല്ലാം കണ്ട് തൃപ്തിപ്പെട്ടതിന് ശേഷമാണ് ഈ കൈമാറ്റം നടക്കുന്നത്. ആ പ്രോസസ്സ് ഇന്നും നടക്കുന്നുണ്ട്. 40 വീടുകളുടെ പ്രോസസ്സാണ്. അതിനുശേഷം 83ഉം 40ഉം കൂടി ആകുമ്പോൾ ഏതാണ്ടൊക്കെ ആയി. പിന്നീട് 78 വീടിൽ ബാക്കിയുള്ള വീടുകളാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അതുകൂടി കൈമാറാനായാൽ ഈ 178 കുടുംബങ്ങൾക്കും മഴയ്ക്ക് മുൻപ് താമസിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് കമ്പനി അധികൃതർ നൽകിയ വാക്കും. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളൊന്നും കാര്യമായി ടൗൺഷിപ്പിലേക്ക് എത്തുന്നില്ല. മറ്റ് വിവാദങ്ങളൊന്നുമില്ല. പക്ഷെ സന്ദർശകർക്ക് ഇപ്പോഴും കുറവില്ല മോത്തി. കാരണം വയനാട്ടിൽ എത്തുന്ന ഒരുവിധം ആളുകളൊക്കെ അവരുടെ ഒരു ഡെസ്റ്റിനേഷനായി ഈ ടൗൺഷിപ്പ് മാറിക്കഴിഞ്ഞു. ഇടുക്കി രാജകുമാരി പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ രാവിലെ തന്നെ ടൗൺഷിപ്പ് കാണാനെത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തോന്നുന്നത്? വളരെ അഭിമാനകരമായൊരു നേട്ടം നമ്മൾ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കാരണത്തിനും നമുക്ക് ഇടം കൊടുക്കാതെ വളരെ നല്ല ഭംഗിയായിട്ട് നല്ല സൗകര്യത്തോട് ഞങ്ങളിപ്പോൾ 1-2 വീടിൻ്റെ അകം കയറി കണ്ടു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടുക്കിയിൽ നിന്ന് തന്നെ വയനാട് ടൂറാണ്. അപ്പോൾ ഈ ടൗൺഷിപ്പ് ഒരു പ്രധാന കേന്ദ്രമാണ്. ടൗൺഷിപ്പാണ് തുടങ്ങുന്നത്. ഞങ്ങൾ കൽപ്പറ്റയിൽ വന്നിറങ്ങി ഫസ്റ്റ് ഇവിടെ നിന്ന് കണ്ട് കേട്ട് പോകാം, നേരിട്ട് അനുഭവിച്ച് പോകാം. സർക്കാർ പണിത വീടുകളൊന്ന് കാണുക, നേരിട്ട് അതിൻ്റെ അനുഭവങ്ങൾ. സോഷ്യൽ മീഡിയ പറയുന്നതല്ല യാഥാർത്ഥ്യം. സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്പർ 1 ആണ്. അപ്പോൾ വലിയൊരു ദുരന്തം നേരിട്ട ആളുകളാണ്. ഇപ്പോൾ 2ാം വർഷം, ജൂലൈയിൽ 2ാം വർഷം ആവുന്നു. അപ്പോൾ അതിൽ ഒരു 178 കുടുംബങ്ങൾ അതിന് മുന്നേ താമസിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട്. അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു മൊത്തം ഒരു അഭിമാന പദ്ധതിയായി തോന്നുന്നുണ്ടോ? 100% തോന്നുന്നുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടാണ്, ബോധ്യപ്പെട്ടു, സന്തോഷമുണ്ട്. സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. സുഖമായിട്ട് താമസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും സർക്കാരിനെ വളരെയധികം ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഈ ഒരു കാര്യത്തിൽ. എന്തായാലും മോത്തി, ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അവസാനിക്കുകയാണ്. എന്തായാലും ഭരണമാറ്റം ആയി കഴിഞ്ഞു. ഇനി പുതിയ മുഖ്യമന്ത്രിയോ മന്ത്രിമാരൊക്കെ ആയിരിക്കും ഒരുപക്ഷെ 178 കുടുംബങ്ങളുടെയും പാലുകാച്ചലിന് എത്തുക. എന്തായാലും അതൊന്നും അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ദുരന്തബാധിതരെ മഴയ്ക്ക് മുൻപ് 178 കുടുംബങ്ങൾക്ക് തണലൊരുങ്ങുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പൂർണ്ണ തൃപ്തിയോടെ അവരോടൊപ്പമുള്ള ഒരു സംയുക്ത പരിശോധനയ്ക്ക് ശേഷമാണ് ഈ വീടുകൾ കൈമാറുന്നത്. അതിൽ ഇന്ന് 40 കുടുംബങ്ങളുടെ പരിശോധന നടക്കും. അതിൽ ചില നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരോഗ്യപരമായൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഉൾപ്പെടെയാണ് ഇന്ന് വീടുകൾ കൈമാറുന്നത്. എന്തായാലും 178 കുടുംബങ്ങളും മഴയ്ക്ക് മുൻപേ താമസമാക്കിയാൽ അത് വലിയൊരു ആശ്വാസമാകും. 410 വീടുകളാണ് ആകെ ഒരുങ്ങേണ്ടത്. അതിൻ്റെ പണിയും 410 വീടുകളിൽ ഒരുപാട് വീടുകളുടെ സ്ട്രക്ചറായി കഴിഞ്ഞതാണ്, കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ കഴിഞ്ഞതാണ്. അവസാന പണികളേ ഉള്ളൂ. ഈ പൊതു ജോലികളാണ് അല്പം താമസിച്ചത്. റോഡ്, അതുപോലെ ഈ കക്കൂസ് മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കാൻ പൊതുവായിട്ടുള്ള പ്ലാന്റാണ്. ഓരോ വീടിനും സെപ്റ്റിക് ടാങ്ക് ഒന്നുമില്ല. അത്തരം ജോലികളൊക്കെ ആയിരുന്നു പൂർത്തിയാകാനുണ്ടായത്. അതൊക്കെ കഴിഞ്ഞു. കുടിവെള്ളവും വൈദ്യുതിയും ഈ 178 വീടുകളിലും എത്തിക്കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഈ ഗുണഭോക്താക്കളെ വിശ്വാസത്തിലെടുത്താണ് അവർക്ക് കൈമാറുന്നത്. ഓരോ വീടിനും സോളാർ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട്. എന്തായാലും ഈ 178 കുടുംബങ്ങൾക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. ശരി, കമലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ആശ്വാസത്തിലാണ്. മഴയ്ക്ക് മുൻപേ കയറി താമസിക്കാൻ ഇവർക്കൊക്കെ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഒപ്പം